എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾക്കാണല്ലോ ബദരീങ്ങൾ എന്ന് പറയുന്നത്. ബദർ മൗലൂദിൽ പറഞ്ഞതുപോലെ തന്നെ മഹാനായ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദും അവര് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ബദർ മൗലിദാണ് നാം ഇവിടെ ചൊല്ലിയത്. അതിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ ബദരീങ്ങൾ എന്ന് പറയുന്ന സ്വഹാബാക്കളിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടത് 10 ചില്ലാനം ആളുകൾ മാത്രമാണ്. ഇന്നും ബദറിൽ പോയാൽ നമുക്ക് കാണും 14 ശുഹദാക്കളാണ് ബദറിൽ കൊല ചെയ്യപ്പെട്ടതായി, രക്തസാക്ഷികളായി അവിടെ പേര് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്. വൽ ബാഖീന വൽ ബാഖൂന മഅ്ജൂറൂന, ബാക്കിയുള്ള മുഴുവൻ സ്വഹാബികളും 81 മുഹാജിറുകളും 232 അൻസാറുകളുമാണ് പ്രബലമായ അഭിപ്രായമനുസരിച്ച് ബദരീങ്ങൾ. ഇമാം ബുഖാരി തൻ്റെ സഹീഹുൽ ബുഖാരിയിലെ ബാബു അസ്മാഇ അഹ്ലി ബദരിൻ അലാ ഹുറൂഫിൽ ഇജായി, അക്ഷരമാലയുടെ ക്രമമനുസരിച്ച് നാം ഇന്ന് വായിച്ചതുപോലെ മഹാന്മാരായ ബദരീങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ശുഹദാക്കളെ പേര് വേർതിരിച്ച് അടയാളപ്പെടുത്തിയിട്ടില്ല. ബദരീങ്ങളുടെ പേര് ഒന്നിച്ച് അക്ഷരമാലയനുസരിച്ച് പറയുക എന്നതല്ലാതെ ബദറിൽ ഷഹീദായിട്ടുള്ള ആളുകളുടെ പേര്, അതേപോലെ നേരിട്ടു ആ രണാങ്കണത്തിൽ സംബന്ധിച്ച് സമരം നയിച്ചവരുടെ പേരും വേറെ വേറെ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയുന്നില്ല. മൊത്തത്തിൽ ഉള്ള ഈ 313 സ്വഹാബികളാണ്. അതിൽ 308 ആളുകളാണ് യഥാർത്ഥത്തിൽ അതിൽ പങ്കെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 305 ആളുകൾ, 8 പേർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബദറിൽ പങ്കെടുത്ത പ്രത്യേകം ഓഫർ നൽകിയിട്ടുള്ളവരാണ്. ഇവരെ കുറിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതുമാത്രം ഈ മഹത്തായ സദസ്സിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മുസ്ലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാറ്റഗറിയായി പറഞ്ഞിട്ടുണ്ട്. മഹാനായ മുആവിയത്ത് റളിയല്ലാഹു അൻഹു തങ്ങളും അലി റളിയല്ലാഹു അൻഹു തങ്ങളും തമ്മിൽ സ്വാഭാവികമായി വാഖിഅത്തുൽ ജമൽ അടക്കമുള്ള സമരവും പ്രശ്നങ്ങളും പ്രത്യേകമായ സാഹചര്യത്തിൽ ഉണ്ടായി. ആ പ്രത്യേകമായ സാഹചര്യത്തിലാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന സ്വഹാബികളിൽ നിന്ന്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തുള്ള മുഅ്മിനീങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ഷിയഅത്ത് അലി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ ഷിയഅത്ത് അലിയാണ് പിന്നീട് അബ്ദുല്ലാഹി ബിൻ സബ എന്ന ജൂതൻ ഇസ്ലാമിലേക്ക് വന്ന് ഷിയഅത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയത് അബ്ദുല്ലാഹി ബിൻ സബ ആണ്. വർത്തമാനകാലത്ത് ഷിയായിസം ലോകത്ത് ഒരു ജംബോ ജെറ്റ് ഫ്ലൈറ്റിന്റെ സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വ്യാജ ത്വരീഖത്തിലൂടെയും അതുപോലെ തന്നെ മറ്റ് ബിദ്അത്തിലൂടെയും ലോകത്ത് ഏറ്റവും കൂടുതലായി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഷിയഅത്തിന് തീരെ വേരോട്ടമില്ലാത്ത നമ്മുടെ കേരളത്തിലൊക്കെ അതിഭയങ്കരമായി വളർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഷിയിസമാണ്. നമ്മുടെ മുസ്ലിം സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. 2035 ആകുമ്പോഴേക്ക് ലോക മുസ്ലിമീങ്ങളിൽ നിന്ന്
60% ഷിയിസം പ്രചരിപ്പിക്കുവാൻ, ഷിയിസം വളർത്തുവാൻ ഇറാനിലെ റവന്യൂ വകുപ്പിന്റെ സാമ്പത്തിക മേഖലയിൽ നിന്ന് 5%, ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്ത് സക്കാത്ത് കൊടുക്കുന്നത് 2.5%, അതെന്നെ പ്രത്യേക സമ്പത്തുകൾക്ക് മാത്രമാണ്. അതേ സമയത്ത് ഷിയാക്കള്, ഇറാൻ ഭരണകൂടം ഇന്ന് 50 വർഷത്തിന്റെ ഉള്ളിൽ ഈ ലോകത്ത് മുസ്ലിമീങ്ങളിൽ 60% ഷിയത്ത് വൽക്കരിക്കാൻ വേണ്ടി 5% അവരെ സമ്പത്ത് ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗം എന്നോണം നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ഷിയാക്കളെ കൂട്ടത്തിലെ ബാത്തിനിയത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം, യഥാർത്ഥത്തിൽ ബാത്തിനിയ വിഭാഗത്തിന്റെ പടപ്പുകളാണ് ഈ വ്യാജ ത്വരീഖത്തുകൾ. അഹ്ലു ബൈത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുർരിയത്തിനെയും അതിയായി ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് വരുത്തി തീർത്ത് മഹാന്മാരായ സ്വഹാബത്തിനെ തരം താഴ്ത്തി, നിസ്സാരപ്പെടുത്തി, അവരെ വളരെ മോശമായി ചിത്രീകരിച്ച് ലോകത്ത് ശീശം വളർത്തിക്കൊണ്ടിരിക്കാൻ മുൻപന്തിയിലാണ് അത്തരം ത്വരീഖത്തുകാർ. നേരത്തെ നമ്മുടെ കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരും സാദാത്തുക്കളും നഖശിഖാന്തം അതിനെ മുളയിലെ നുള്ളിക്കളഞ്ഞതുകൊണ്ട് കേരളത്തിൽ അത് വില പോയിരുന്നില്ല. ഇന്ന് കാലം മാറി, കഥ മാറി. പഴയകാലത്ത് ഇതുപോലെ ഒരു പരിപാടി, ഒരാളുടെ പ്രസംഗമോ ആശയപ്രചരണമോ തന്റെ പ്രഭാഷണമോ ഒക്കെ നടക്കണമെങ്കിൽ സ്റ്റേജ് കെട്ടണം, ആളുകൾ പബ്ലിസിറ്റി ചെയ്യണം, എന്നാൽ തന്നെ പൊതുമാന്യത ഉപയോഗിച്ചുകൊണ്ട് മാന്യതയോടുകൂടി മാത്രമേ ജനങ്ങളോട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഇന്നങ്ങനെയല്ല. ഏതൊരു മനുഷ്യനും അവന്റെ റൂമിനകത്ത് ഒളിഞ്ഞിരുന്ന് കൈവെള്ളയിൽ ഒരു മൊബൈൽ പിടിച്ച് ഏത് വ്യാജവും, ഏത് അശ്ലീലവും, ഏത് തോന്നിവാസവും ആർക്കെതിരെയും പറയാനും അത് പ്രചരിപ്പിക്കാനും ലോകത്തുടനീളം അത് എത്തിക്കുവാനും നിമിഷ നേരം കൊണ്ട് സാധിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതിന് ജനപിന്തുണ വേണമെന്നില്ല, സ്റ്റേജ് കെട്ടിക്കൊടുക്കണമെന്നില്ല, ആൾഫലമുണ്ടാവണമെന്നില്ല, ഇന്നത് പറയാന്ന് കണക്കില്ല, ഇന്നത് ചോദ്യം ചെയ്യാന്ന് കണക്കില്ല, ഇന്നത് വിമർശിക്കാന്ന് കണക്കില്ല, ആരെപ്പറ്റി പറയാന്ന് കണക്കില്ല. ആ രൂപത്തിൽ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇതൊക്കെ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ പോലും കണ്ണൂർ ജില്ലയിൽ ഷിയാക്കൾ പള്ളിയുണ്ടാക്കി, ആ പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന ആൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹഫ്സത്ത് ബീബി റളിയല്ലാഹു അൻഹയെയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെയും വളരെ മോശമായിട്ട് പ്രസംഗിച്ച് യൂട്യൂബിൽ കൂടി വിടുന്നു. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ ഭീഷണിപ്പെടുത്തി, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ തള്ളിയിട്ടു, തന്റെ ഗർഭസ്ഥ ശിശു അത് കാരണമായിട്ട് അലസിപ്പോയി, അതോട് മാത്രമല്ല അതാണ് തന്റെ മരണത്തിന് കാരണം എന്ന് വരെ പരസ്യമായി ഈ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ഒരു പള്ളിയിൽ വെച്ച് പ്രസംഗിക്കാൻ മാത്രം ഇന്ന് ശീശം വളർന്നിട്ടുണ്ട് എങ്കിൽ, ആ രൂപത്തിൽ ശീശം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഷിയത്തിന്റെ പിന്നിലുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു സബഅ് എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം ജൂതമതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും അതുപോലെ മജൂസി മതത്തിൽ നിന്നും ഈ 3 മതത്തിന്റെ ആചാരങ്ങളാണ് പൊതുവെ ഷിയത്തിൽ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ പുറപ്പെട്ട ഈ ഷിയാത്തി വിഭാഗം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് സൈന്യത്തിൽ നിന്ന് മാറി നിന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളെ സമീപിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങള് ദീർഘകാലം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റി റസൂലുള്ളാഹിന്റെ മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടയാളാണ്. അദ്ദേഹം മുആവിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷിയിലോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന്റെ കക്ഷിയിലോ കക്ഷി ചേരാതെ നിഷ്പക്ഷമായി ഇബാദത്തുമായിട്ട് കൂടുകയും ഒഴിവു സമയങ്ങളിൽ മുഴുവനും
അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് പകർത്തിയുള്ള ഇൽമ്, ആ ഇൽമ് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനും അത് പ്രചരിപ്പിക്കുവാനും മാത്രം ജീവിച്ച മഹാനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ തീരെ ഇടപെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ആളുകൾക്കും ഒരു സുസമ്മതനായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളോട് ഈ വിഭാഗത്തിൽപ്പെട്ട 12,000 ആളുകൾ, അല്ലെങ്കിൽ 20,000 താഴെ ആളുകൾ, അവരാണ് അലി റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ മുആവിയത്തിനെയും ഒരേപോലെ വിമർശിച്ചത്. അത് മുആവിയ റളിയല്ലാഹു അൻഹു നിലവിലെ ഖലീഫയാകുന്ന അലി റളിയല്ലാഹു അൻഹു തങ്ങൾക്കെതിരിൽ പുറപ്പെട്ടതുകൊണ്ട് കോടിക്കണക്കിന് അനുയായികളുള്ള ബഹുമാനപ്പെട്ട മുആവിയത്ത് തങ്ങളും തന്റെ കൂടെയുള്ള സഹാബികളും കാഫിറായി എന്ന് പറയുന്നവരായിരുന്നു അവർ. മഹാനായ അലി റളിയല്ലാഹു അൻഹു തങ്ങളും മുആവിയത്ത് തങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥനായിട്ട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും അംറുൽ ആസ് റളിയല്ലാഹു അൻഹു തങ്ങളെയും ഒരു കൊല്ലം ചർച്ച ചെയ്തുകൊണ്ട് വ്യവസ്ഥയിലെ ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി ഹുക്മ് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് അലി റളിയല്ലാഹു അൻഹു തങ്ങളും തന്റെ കൂടെയുള്ളവരും കാഫിറായി എന്നും വിശ്വസിച്ചു. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന് തങ്ങളും തന്റെ കൂടെയുള്ള സഹാബികളും കാഫിറാണ്. അതേപോലെ മുആവിയത്ത് തങ്ങളും തന്റെ കൂടെയുള്ള സഹാബികളും കാഫിറാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഖവാരിജ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളെ സമീപിച്ചിട്ട് അവരുടെ സംശയം ചോദിച്ചു. ഈ വിഷയത്തിൽ സംശയം ചോദിച്ചപ്പോൾ അത് മാത്രം പറയലാണ് എന്റെ ഉദ്ദേശം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, നിങ്ങൾ മുസ്ലിങ്ങളാണോ? നിങ്ങൾ മുസ്ലിങ്ങളാണോ അതോ അമുസ്ലിമീങ്ങളാണോ? ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നല്ല, ഞങ്ങളാണ് മുസ്ലിമീങ്ങൾ. മഹാനായ മുആവിയത്ത് തങ്ങളും തന്റെ കോടിക്കണക്കിന് സഹാബത്ത് ഉൾപ്പെടെയുള്ള അനുയായികളും കാഫിറാണ്. കാരണം ഖലീഫക്കെതിരിൽ പുറപ്പെട്ടതിനാൽ. അതൊക്കെ എല്ലാ മുതാലിമുകൾക്കും അതുപോലെ ഉസ്താദുമാർക്കും നല്ലപോലെ അറിയാം. അതേ സമയത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തങ്ങൾ അല്ലാത്തവരെ ഹുക്മ് ഏൽപ്പിച്ചതിനാൽ അവരും തന്റെ കൂടെയുള്ളവരും കാഫിറുകളാണ്. അതിനാൽ ഞങ്ങളാണ് ഒറിജിനൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ഇവരോട് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിമീങ്ങളെ അല്ലാഹു തആല 3 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. 3 കൂട്ടരേ ഇസ്ലാമിലുള്ളൂ, 3 കൂട്ടരേ മുസ്ലിമീങ്ങളുള്ളൂ. അത് 3ഉം അല്ലാഹു സൂറത്തുൽ ഹശ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണത്? ഒന്ന്, الذين للفقراء المهاجرين الذين اخرجوا من ديارهم واموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله اولئك هم الصادقون. അതേ മക്കയിൽ നിന്ന് അവർ വളരെ മക്കയിൽ നിന്ന് ആദ്യകാലത്ത് ഹിജ്റ വന്ന പാവങ്ങളായ ബഹുമാനപ്പെട്ട മുഹാജിറുകളായ സ്വഹാബികൾ. മുഹാജിറുകൾ എന്ന് പറയുന്നത് ആദ്യകാലഘട്ടത്തിലെ സ്വഹാബികളാണ്. മക്കം ഫത്ഹിന് ശേഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നവർക്ക് മുഹാജിറുകൾ എന്ന പദവിയില്ല. മുഹാജിർ എന്ന പദവിയുള്ളത് ആദ്യകാലത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നവരാണ്. ആ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുമോ എന്ന് ചോദിച്ചു. അവർക്ക് 7 വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ ഈ സമയത്ത് സമയമില്ല. അവരാണ് 1ാമത്തെ കാറ്റഗറി. ആ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ? ഇല്ല, ആ കൂട്ടത്തിൽ ഞങ്ങളില്ല. ഞങ്ങളാരും മുഹാജിറുകളല്ല. അല്ല എന്നല്ല, ഇനി ഒരാൾക്ക് മുഹാജിറാവാൻ കഴിയുകയും ഇല്ല. ആ കാലഘട്ടത്തിൽ അവർക്ക് മാത്രമല്ലേ മുഹാജിറാവാൻ കഴിയൂ. ഇനി ഒരാൾക്ക് മുഹാജിറാവണം എന്ന് വിചാരിച്ചാൽ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. 2ാമത്തെ ഒരു വിഭാഗം പിന്നെ ആരാ? അല്ലാഹു വിശുദ്ധ ഖുർആനിലെ തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. ഈ നബിയും സ്വഹാബത്തും മദീനയിലേക്ക് വരുന്നതിന്റെ മുൻപ് തന്നെ ഈമാനും അതുപോലെ വീടും അവിടെ ഉണ്ടാക്കി വെച്ച് കാത്തിരുന്ന ബഹുമാനപ്പെട്ട അൻസ്വാറുകൾ, ആദ്യകാലത്ത് വന്ന മുഹാജിറുകളെ സ്വീകരിച്ചവർ, അവരാണ് അൻസ്വാറുകൾ. ആ അൻസാറുകൾക്കും അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് 2ാമത്തെ കാറ്റഗറി, മുഹാജിറുകളും അൻസാറുകളും. നിങ്ങൾ അൻസാറുകളിൽ പെടുമോ? ഞങ്ങൾ അൻസാറുകളിൽ പെടുകയില്ല. അപ്പൊ മുഹാജിറുകളിലും നിങ്ങൾ പെട്ടിട്ടില്ല, അൻസാറുകളിലും നിങ്ങൾ പെട്ടിട്ടില്ല. എന്നാൽ പിന്നത്തെ മുസ്ലിമീങ്ങൾ ആരാണ്? ആ മുസ്ലിമീങ്ങളെയാണ് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മുസ്ലിമീങ്ങൾ. والذين جاءوا من بعدهم يقولون ربنا اغفر لنا
വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഈ മുഹാജിറുകൾക്ക് ശേഷം വന്നവർ, ഈ അൻസ്വാറുകൾക്ക് ശേഷം വന്നവർ, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന, അവർ പറയുന്നു, പറയണം, എല്ലാവരും പറയണം, പിൽക്കാലത്ത് വന്ന ആളുകൾ പറയണം. എന്താ പറയേണ്ടത്? റബ്ബനഗ്ഫിർ ലനാ, ഞങ്ങൾക്കൊക്കെയും നീ പൊറുക്കണം. ഞങ്ങൾക്ക് മാത്രം പൊറുത്താൽ പോരാ, ഞങ്ങളെ തൊട്ട് തൃപ്തിപ്പെട്ടാൽ പോരാ, ഞങ്ങൾക്ക് മാപ്പ് ചെയ്താൽ പോരാ. വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാനോടുകൂടി ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഹാജിറുകൾ, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ അൻസ്വാറുകൾ, അവർക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് പറയേണ്ടവരാണ്, പറയുന്നവരാണ്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ഒരാളോടും ഞങ്ങളുടെ ഹൃദയത്തിൽ വൈരാഗ്യമോ വിദ്വേഷമോ നീയാക്കരുത് എന്ന് സദാസമയത്തും ആത്മാർത്ഥമായിട്ട് പറയുന്നവർ ആരോ, അവരാണ് മൂന്നാമത്തെ കാറ്റഗറി മുസ്ലിമീങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ബദരീങ്ങൾ എന്ന് പറയുന്നത് 81 മുഹാജിറുകളാണ്, 232 അൻസ്വാറുകളാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്താണ്. അമ്പിയാക്കൾ കഴിഞ്ഞ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ എന്നതിൽ തർക്കമില്ലല്ലോ. ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണ്? മുത്തുനബിന്റെ സ്വഹാബത്താണ്. ഈ സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹത്തുക്കൾ ആരാണ്? മുഹാജിറുകളും അൻസാറുകളുമാണ്. അവരിൽ ഏറ്റവും ബഹുമാനമുള്ളവരാരാണ്? അവര് ബദരീങ്ങളാണ്. ആ ബദരീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും, ആ ബദരീങ്ങളോട് വിദ്വേഷം വെക്കാത്തവരും, വെറുപ്പ് പ്രകടിപ്പിക്കാത്തവരും, അവരാണ് ഇസ്ലാമിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിമീങ്ങൾ. ഇവരല്ലാത്ത ഒരു മുസ്ലിമീങ്ങളില്ല. റളിയല്ലാഹു അൻ അഹ്ലി ബാദിരി, റളിയല്ലാഹു അനി ശുഹദാഇ. ഞങ്ങളെ തൊട്ട് തൃപ്തിപ്പെട്ടത് കൊണ്ടായില്ല, ഞങ്ങൾക്ക് പൊറുത്തു തന്നത് കൊണ്ടായില്ല, ഞങ്ങളെ സ്വീകരിച്ചത് കൊണ്ടായില്ല. ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയൊരു മുഹാജിറുകളുണ്ട്, അൻസാറുകളുണ്ട്, അവർ ഏറ്റവും ഉന്നതരാകുന്ന മഹാന്മാരായ ബദരീങ്ങളുണ്ട്. അവരെ കുറിച്ച് പറയാത്തവർ, അവരെ ഓർക്കാത്തവർ, അവർക്ക് പ്രാർത്ഥിക്കാത്തവർ, അവരെ കുറിച്ച് സ്മരിക്കാത്തവർ, അവരെ ഓർക്കാത്തവർ, അവർക്ക് ഇസ്ലാമിൽ എന്തു സ്ഥാനം? ഇസ്ലാമിൽ അവർക്ക് എന്ത് അടിസ്ഥാനം? ഈ മൂന്നല്ലാത്ത ഒരു വിഭാഗത്തെ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ കാണാൻ കഴിയുമോ? അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിനെയും അവരുടെ ദുർരിയത്തിനെയും ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ ബന്ധമായതിനാൽ എല്ലാ ബന്ധങ്ങളും, എല്ലാ രക്തബന്ധങ്ങളും കെട്ടുബന്ധങ്ങളും മുറിഞ്ഞു പോയാലും മുത്തുനബി തങ്ങളുമായിട്ടുള്ള കെട്ടുബന്ധമോ മുത്തുനബിയുമായിട്ടുള്ള രക്തബന്ധമോ മുറിയില്ല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് അതിനും അപ്പുറമാണ് മുത്തുനബിന്റെ ദുർരിയാത്ത്. ആ ദുർരിയാത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിന്റെ മക്കള് ഫാത്തിമത്തു ബദ്അത്തും മിന്നി, എന്റെ ഭാഗമാണ്. ഇതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അതേ ലോകത്ത് എല്ലാം കൊണ്ടും തികഞ്ഞ പെണ്ണുങ്ങൾ 4 ഉണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട ആസിയ ബീവിയുണ്ട്, മറിയം ബീവിയുണ്ട്, ഖദീജ ബീവിയുണ്ട്. ഇത് വെറും ഇതൊക്കെ തികഞ്ഞ സ്ത്രീകളാണ്. 4ാമത്തെ കാമിലായ ഒരു പെണ്ണുണ്ട്. ആരാന്നറിയോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവി. എന്നാൽ ഈ 4 പെണ്ണുങ്ങളെ, 4 സ്ത്രീകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഖദീജ ബീവി അല്ല, അത് ആസിയ ബീവി അല്ല, മറിയം ബീവി അല്ല. അവരൊക്കെ മുത്തുനബിന്റെ സ്വർഗത്തിലെ ഭാര്യമാരാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയാണ്. എന്തേ ഇമാം മാലിക് അതിന് കാരണം പറഞ്ഞതെന്നറിയുമോ?
ഫാത്തിമത്തു ബദ്അത്തും മിന്നി, എന്റെ ശരീരത്തിന്റെ കിത്അത്താണ്, കഷ്ണമാണ്. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ശ്രേഷ്ഠതയുള്ള, അള്ളാഹിന്റെ റസൂലിനേക്കാൾ പവറുള്ള, ഫദലുള്ള, ശറഫുള്ള ഒരു വസ്തു അള്ളാഹ് പടച്ചിട്ടില്ല. ആ ശ്രേഷ്ഠതയുള്ള ഫദലുള്ള പടപ്പിന്റെ ഒരു കഷ്ണമാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവിന്റെ മക്കൾക്കാണ് ദുർരിയാത്തുൻ നബി എന്ന് പറയുന്നത്. ആ ദുർരിയാത്തുന് ബഹുമാനപ്പെട്ട ഹസൻ തങ്ങളെ മക്കള് റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കള് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ബീവി സൈനബ്. അതേ ഫാത്തിമ ബീവിക്ക് ഒരു മകളുണ്ടായിരുന്നു സൈനബ്. ആ സൈനബ ബീവി റളിയല്ലാഹു അൻഹാ. ഈ 3 മക്കൾക്കാണ്, 3 മക്കളും അവരെ മക്കൾക്കും പറയുന്ന പേരാണ് നമ്മുടെ നാട്ടിൽ തങ്ങന്മാര് എന്ന്. അവര് മുത്തുനബിന്റെ മക്കളാണ്, മുത്തുനബിന്റെ ദുർരിയത്താണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പര എന്ന് പറയുന്നത് അവരാണ്. അഹ്ലു ബൈത്ത് എന്ന് പറയുന്നതും ആലുൻ നബി എന്ന് പറയുന്നതും അത് നബി കുടുംബമാണ്. നബി കുടുംബത്തിന് തന്നെ വലിയ പ്രത്യേകതകളാണ്, വലിയ ആദരവുകളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പറയുന്ന ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, നമ്മൾ തങ്ങന്മാര് എന്ന് പറയുന്നത്, നമ്മൾ സയ്യിദ് എന്നും ഷരീഫ എന്നും പറയുന്നത് അത് ഫാത്തിമ ബീവിന്റെ മക്കളെ സംബന്ധിച്ചാണ്. ഫാത്തിമ ബീവിന്റെ മക്കളിൽപ്പെട്ട ഹസൻ തങ്ങളും ഹുസൈൻ തങ്ങളും, ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മക്കൾ 7 മക്കളിൽ നിന്ന് ഒട്ടുമിക്ക മക്കളും ഗർഭലയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അന്ന് അസുഖബാധിതനായി സൈനബാബിന്റെ ടെന്റിൽ കിടക്കുന്നത് കാരണം അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല, അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടിരുന്നില്ല. ആ സൈനബാബി റളിയല്ലാഹു അൻഹ അഥവാ സയ്യിദ് അലി സൈനുൽ ആബിദീൻ തങ്ങളെ അമ്മായിയാണ് ബഹുമാനപ്പെട്ട സൈനബാ ബീവി. ആ സൈനബാ ബീവിയാണ് പിന്നീട് വളർത്തിയത്, ഡമാസ്കസിൽ കൊണ്ടുപോയത്, അതല്ലെങ്കിൽ മദീനയിൽ. പിന്നീട് ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ തങ്ങൾ വളർന്ന യമനിലാണ്. അങ്ങനെ യമനിലെ സാദാത്തുക്കളെ പരമ്പര, ആ യമനിൽ നിന്ന് വന്ന സാദാത്തുക്കളാണ് കേരളത്തിലെ ഒട്ടുമിക്ക സാദാത്തുക്കളും. അവരൊക്കെ മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു തങ്ങളെ മക്കളാണ്, അഥവാ ഫാത്തിമ ബീവിന്റെ മക്കളാണ്. ഫാത്തിമ ബീവി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ കഷ്ണങ്ങളാണ്. അതിനാൽ ഞാൻ പറഞ്ഞു വന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളും അവിടുത്തെ സന്താന പരമ്പരയും ബഹുമാനിക്കുകയും ആദരിക്കുകയും എല്ലാം ചെയ്യുന്നതിനോടൊപ്പം ബഹുമാനപ്പെട്ട സ്വഹാബത്തിൽ നിന്ന് ഒരാളെയും കുറ്റം പറയരുത്, ഒരാളെയും ആക്ഷേപിക്കരുത്, ഒരാളെയും നിസ്സാരപ്പെടുത്തരുത്. ആ സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാന്മാരാണ് ബദരീങ്ങള്. അത് വിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിഞ്ഞില്ലേ? ഖുർആനല്ലേ പറഞ്ഞത് അവരെ കുറിച്ച് ഈ രൂപത്തിൽ പറയണം? തീർന്നില്ല, ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞു നിർത്തുന്നു. ബഹുമാനപ്പെട്ട ആയിഷത്ത് ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം നീണ്ട 40ഓളം വർഷം ജീവിച്ച മഹദിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന് ശേഷം ഒരു ളുഹർ നിസ്കാരത്തിന് ശേഷം തന്റെ വീട്ടിൽ ഹുജ്റയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ തന്റെ കതകിന്റെ വിടവിൽ കൂടി എത്തി നോക്കിയോ എന്ന് തോന്നി. അന്നത്തെ വീടിന്റെ കതക് നമ്മുടെ പഴയകാലം നമ്മുടെ നാട്ടിലൊക്കെ ഓല കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വാതിലാണ്. എടുത്തു വെക്കാൻ പറ്റും, നീക്കി വെക്കാൻ പറ്റും. അങ്ങനത്തെ വാതിലായിരുന്നല്ലോ തങ്ങളെ വീട്ടിൽ കൊണ്ടായിരുന്നത്. ആടുകൾ അതിൽ കൂടി വരാറുണ്ടായിരുന്നു, കുഴച്ചു വെച്ച മാവ് തിന്നു പോകാറുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരോ ഒന്ന് എത്തി നോക്കി എന്ന് ബഹുമാനപ്പെട്ട മഹദിക്ക് തോന്നിയപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിത്തെറിച്ചു. ആരാണ് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് നോക്കുന്നത്? റസൂലുള്ളാഹിന്റെ ഹരീമിലേക്ക് നോക്കാൻ ധൈര്യമാർക്കാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കതക് തുറന്നു നോക്കി, ആരെയും കണ്ടില്ല. പിറ്റേ ദിവസവും അങ്ങനെ ആ സമയമായപ്പോൾ ഒരാൾ വന്നിട്ട് ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് റൂമിലേക്ക് ഇങ്ങനെ എത്തി നോക്കിയത് കാണാനിടയായി. ആയിഷ ബീവിക്ക് വല്ലാത്ത പ്രയാസം വന്നു. ആരാണ് മുത്തുനബിന്റെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവി
ചെറുപ്പക്കാരിയല്ലേ, മുത്തുനബി വഫാത്താകുമ്പോ 18 വയസ്സല്ലേ. ആ ചെറുപ്പക്കാരിയായ ആയിഷ ബീവിയെ എത്തി നോക്കുന്നു എന്നാ മാദിക്ക് തോന്നിയത്. മൂന്നാമത്തെ ദിവസവും ആവർത്തിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ കയ്യിൽ കിട്ടിയ ഒരു മുട്ടി കൊണ്ട് ആ ആ റൂമിൽ നിന്ന് ഒരു ചെറിയ പഴുതുണ്ടായിരുന്നു. പഴയ വീടിന് പഴുതുണ്ടാകും, അതിലൊരൊറ്റ ഇറങ്ങി വെച്ചു കൊടുത്തു. അതിഭയങ്കരമായ ഒരു അട്ടഹാസം. ആ അട്ടഹാസത്തോടുകൂടി ബഹുമാനപ്പെട്ട ആയിഷ ബീവി തിരിഞ്ഞു കളഞ്ഞു. എന്ത് സംഭവിച്ചു, ആരാണ് എന്നൊന്നും ആയിഷ ബീവി നോക്കിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ വല്ലാത്ത കലിപ്പ്. ആരാണ് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് നോക്കുകയോ, റസൂലുള്ളാഹിന്റെ ഹരീമിനെ നോക്കുകയോ, റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷ ബീവിയെ നോക്കുകയോ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ സങ്കടവും തന്റെ കലിപ്പും ഭയങ്കരമായി. അന്ന് രാത്രി ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വപ്നം കാണുകയാണ്. ഒരാള് വന്നിട്ട് പറയുന്നു, ഉമ്മാ ഉമ്മ എന്ന് കേൾക്കുമ്പോൾ ആയിഷ ബീവിക്ക് വല്ലാത്ത വേദനയാണ്. ഒരു പിഞ്ചോമന കുഞ്ഞിന് ജന്മം നൽകാൻ ആയിഷ ബീവിക്ക് സാധിച്ചിട്ടില്ല. ഉമ്മ എന്ന വിളി കേൾക്കുന്നത് വല്ലാത്ത ഇഷ്ടമാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങൾ അങ്ങനെയല്ലേ ബഹുമാനപ്പെട്ട ആയിഷ ബീവി വളർത്തിയത്. എന്നിട്ട് ഉമ്മ ഖത്തൽതിനീ, നിങ്ങളെന്നെ കൊന്നില്ലേ, നിങ്ങളെന്നെ കൊന്നില്ലേ, ആരാണ് നിന്നെ കൊന്നത്, എന്താ നിനക്ക് സംഭവിച്ചത്? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തു പറ്റി? ഒന്നുമല്ല ഉമ്മാ, ഞാൻ സാധാരണ മുത്തുനബി ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഹബീബായ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ വീട്ടിൽ ഞാൻ വരാറുണ്ട്. പുറത്തുനിന്ന് വന്ന് ഞാൻ തങ്ങളെ നോക്കാറുണ്ട്. ഞാൻ നോക്കി സന്തോഷിച്ച് തിരിച്ചു പോകാറുണ്ട്. എന്റെ പതിവ് തെറ്റിക്കാതെ ഞാൻ മുത്തുനബിന്റെ റൂമിലേക്ക്, ഹുജറയിലേക്കൊന്ന് നോക്കിയതാണ്. ഞാൻ ഹുജറയിലേക്ക് നോക്കിയപ്പോൾ അതിന് നിങ്ങൾ എന്നെ കൊന്നില്ലേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സങ്കടം വന്നില്ല. ആണുങ്ങളില്ലാത്ത വീട്ടിലേക്ക്, ആളുകളില്ലാത്ത വീട്ടിലേക്ക് ഒരു സ്ത്രീ ഒറ്റക്ക് താമസിക്കുന്ന എന്റെ വീട്ടിലേക്ക് വന്ന് നോക്കാൻ ആരാണ് നിനക്ക് അനുവാദം തന്നത്? എന്തിനാണ് നീ ഇവിടെ വന്ന് എത്തി നോക്കിയത്? ഇങ്ങനെ എത്രയോ തവണ ആവർത്തിച്ച് സങ്കടം പറഞ്ഞപ്പോ അവസാനം പറയുന്നു, ഉമ്മ, ഞാൻ മനുഷ്യരിൽ പെട്ടവനല്ല, ഞാനൊരു ജിന്നാണ്. ഞാൻ ജിന്നാണെങ്കിലും നീ ജിന്നാണെങ്കിലും, ആര് പറഞ്ഞു മനുഷ്യരൂപത്തിൽ വന്നിട്ട് എന്റെ അരികിലേക്ക് നോക്കാൻ നിന്നെ ആരാണ് ചുമതലപ്പെടുത്തിയത്? ആരാ നിനക്ക് അനുവാദം തന്നത്? ആയിഷ ബീവിന്റെ കലിപ്പ് മാറുന്നില്ല. വീണ്ടും ആ ജിന്ന് പറയുന്നു, ഉമ്മ, ഞാൻ ബദറിൽ പങ്കെടുത്ത ഒരു ജിന്നാൻ, ബദറിൽ പങ്കെടുത്തവനാ, എന്നെ നിങ്ങൾ കൊന്നില്ലേ. ബഹുമാനപ്പെട്ട ആയിഷ ബീവിക്ക് സങ്കടം വന്ന് ഞെട്ടി ഉണർന്നു. അല്ലാ, ചരിത്രത്തിൽ കാണാം, ഇബ്നു കസീർ തങ്ങൾ പറയുന്നത് കാണാം, പിറ്റേ ദിവസം കാലത്ത് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അരികിൽ ചെല്ലുകയാണ്. ആയിഷ ബീവിന്റെ ഉപ്പയല്ലേ ചെന്ന് പറയുകയാണ്, ഉപ്പാ, ഇങ്ങനെയൊന്ന് സംഭവിച്ചു. അന്യപുരുഷനാണ് വന്നതെന്ന് കരുതി, എത്തി നോക്കിയതെന്ന് കരുതി ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു. 2ഉം 3ഉം തവണ ആവർത്തിച്ചപ്പോൾ ഞാനൊരു വസ്തു എടുത്തെറിഞ്ഞു. സത്യത്തിൽ ഒരു അട്ടഹാസം ഞാൻ കേട്ടിരുന്നു, തിരിഞ്ഞു നോക്കിയില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ചെയ്തതെന്താണെന്നറിയോ? ഓ മുസ്ലിം ഉമ്മത്തെ, നിങ്ങൾക്കറിയുമോ? അത് ജിന്നിനെയല്ലേ, അറിയാതെയല്ലേ, അത് സംഭവിച്ചു പോയതല്ലേ, അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ, അത് സാരമില്ല എന്ന് പറയുകയല്ല ചെയ്തത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് 12,000 സ്വർണ്ണ നാണയങ്ങൾ എടുത്തിട്ട് പറയുന്നു, മോളെ ആയിഷ, ഇത് ഖജനാവിലെ സ്വത്തല്ല, ഈ പാവപ്പെട്ട അബൂബക്കറിന്റെ സ്വത്താണ്. ഈ പാവപ്പെട്ട അബൂബക്കർ നിനക്ക് നൽകുന്നു.
ഈ സ്വത്തെടുത്തിട്ട് ഈ നാണയങ്ങൾ എടുത്തിട്ട് ആ ബദരിയായ ബദറിൽ പങ്കെടുത്ത ജിന്നിനെ അബദ്ധാബദ്ധത്തിൽ സംഭവിച്ചു പോയതിന് പ്രായശ്ചിത്തമായി ധർമ്മം ചെയ്തോളൂ മോളെ ആയിഷ. എന്താണ് അവര് ബദരീങ്ങൾക്ക് നൽകിയ സ്ഥാനം? എന്താണ് ബദരീങ്ങളോട് അവര് കാണിച്ച ആദരവ്? അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഇതിൽപ്പെടാത്ത ബദരീങ്ങളോ 81 മുഹാജിറുകളാ, 232 അൻസാറുകളാ. ഇതിൽപ്പെടാത്ത ആളുകളോ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും റളിയല്ലാഹു അൻഹും വല്ലദീന തബഉഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും. ഇവരല്ലേ ബദരീങ്ങള്. അവരെപ്പറ്റി പറയലും അവരെപ്പറ്റി പഠിക്കലും അവരെപ്പറ്റി അറിയലും അവർക്ക് വേണ്ടി ദുആ ചെയ്യലും അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്ത് അതിന്റെ പ്രതിഫലം അവരിലേക്ക് ഹദിയ ചെയ്യലും അവരെ ഓർക്കലും ഒരു മുസ്ലിമിന് കടമയാണ്, ഒരു മുസ്ലിമിന് ബാധ്യതയാണ്, ഇസ്ലാമിന് കടമയാണ്, ബാധ്യതയാണ്. അർഹമുർ-റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു തആല അത്തരം മജ്ലിസുകളിൽ ഇത് ഉൾപ്പെടുത്തുമാറാവട്ടെ. അവരെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, ഈ സാദാത്തുക്കളെ ബറക്കത്ത് കൊണ്ട് മുസ്തഖീമായ വഴിയിൽ അള്ളാഹു നമ്മളെ വഴി നടത്തി തരുമാറാവട്ടെ. വല്ലാത്ത കാലം ഫിത്നകളും ഫസാദുകളും കുഴപ്പങ്ങളും വ്യാജ ത്വരീഖത്തുകളും വ്യാജ സിദ്ധന്മാരും പലരും വർദ്ധിച്ച് പലരെയും ആശയത്തിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ട് യഥാർത്ഥ സുസ്തഖീമായ വഴിയിൽ ചലിക്കുന്നവരെ വഴിവെപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലാഹു തആല ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ഉമ്മത്ത മുഹമ്മദിൻ اللهم ارحم أمة محمد اللهم أكثر أمة محمد اللهم أعز أمة محمد اللهم تقبل من أمة محمد واشرنا في زمرة محمد بحق محمد وآل محمد وأصحاب محمد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.